ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1.5 kg അളവിൽ വരുന്ന ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 kg അളവിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് അതൊക്കെ നമ്മളിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ബേക്കിംഗ് മോൾഡ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അത് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വാട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ മൈദയിൽ നിന്ന് കുറച്ച് റിമൂവ് ചെയ്തെടുക്കണം കോൺഫ്ലോർ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോയിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയാണ് മാറ്റുക. അപ്പോൾ 1.5 കിലോനായതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലോറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറുമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4.5 ടേബിൾ സ്പൂണായി. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറും. ഈ ബൂസ്റ്റ് പൗഡറാണ് ഈ നട്ടി ബബിളിനെ സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ബൂസ്റ്റ് പൗഡറൊക്കെ ചേർത്തിട്ട് കുറേ സമയം ഇങ്ങനെ പുറത്ത് വെക്കരുത് കേട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് കട്ടിയായി പോകും. ബൂസ്റ്റ് അറിയാമല്ലോ, കാറ്റ് തട്ടിയാൽ തന്നെ അത് പെട്ടെന്ന് കട്ടയായി പോകും. എന്നിട്ട് നമുക്ക് ബൂസ്റ്റ് പൗഡർ വല്ലാണ്ട് അങ്ങോട്ട് ഇതുപോലെ അരിച്ചെടുത്താൽ കിട്ടില്ല. നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അരിച്ചു കൊടുക്കാം. അതിനത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ എപ്പോഴും പറയുന്നതാണ് 2 തവണയോ 3 തവണയൊക്കെ അരിച്ചെടുക്കണമെന്ന്. അതിന് പകരം ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞ ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി ഇടണം. ഈ മിക്സിങ് എന്തായാലും കമ്പൾസറി ആയിട്ട് ചെയ്യണം കേട്ടോ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് എല്ലാം ബൗളുകളൊക്കെ നല്ല ക്ലീനായിട്ട് വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. ഇതിലേക്ക് ഞാൻ 6 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൈഗറിൻ്റെ ബട്ടർസ്കോച്ച് മിക്സ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം പാലൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, അപ്പോൾ അത് ഓപ്ഷണൽ മാത്രമാണ്. ഇനി നമുക്കിതൊന്ന് 40 സെക്കൻഡ് ആദ്യം ഒന്ന് വീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മെൽറ്റ് ആവില്ല, മിക്സ് ആവില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർക്കുക. 1.5 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുകയും വേണം. അപ്പോൾ നല്ല പൊങ്ങി വന്ന് കളർ ചേഞ്ചൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഓയിൽ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അത് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. നമ്മളിതിലേക്ക് ഓയിലായാലും ഇപ്പോൾ മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് ആയാലും എന്തായാലും നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിലും ബാറ്റർ ലൂസായി പോവും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഇത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കട്ട് ഫോൾഡ് ആ മെത്തേഡ് തന്നെ സ്വീകരിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇടയിൽ കട്ട കെട്ടി എടുക്കുന്നതൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ കട്ടയില്ലാതെ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ സ്പീഡിൽ കുത്തി ഇളക്കുകയും ചെയ്ത് സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സാവധാനം ചെയ്തെന്ന് വിചാരിച്ചിട്ട് ബാറ്ററിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ സാവധാനം ചെയ്യാം. പിന്നെ നമ്മൾ ഓവൺ ആണെങ്കിൽ ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ പാനാണെന്നുണ്ടെങ്കിൽ പാനും ഈ ഒരു സമയമാകുമ്പോഴേക്കും പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് സ്റ്റൗവിലാണെങ്കിൽ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ ഓവണിലാണെങ്കിലും അങ്ങനെ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിലൊന്നും പ്രീ ഹീറ്റ്. അപ്പോൾ ഞാനിത് ഓവണിലാട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള ആ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓവണ് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതെനിക്ക് കറക്റ്റ് 35 മിനിറ്റാണ് കേട്ടോ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഓവറിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒന്ന്
ചുറ്റി കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് പോയിട്ട് ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നട്ട്സ്, ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചോപ്പ് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് വൈറ്റും അതുപോലെ ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നല്ല നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് 1.5 കിലോ ഇതല്ലേ കേക്കല്ലേ, അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് തിളപ്പിക്കുന്ന സമയത്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് അത് ഒന്ന് ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ട് 1.25 കപ്പ് അതിൽ കുറച്ചുകൂടെ കൂടുതൽ വിപ്പിംഗ് ക്രീമാണ് എടുത്തില്ല. 2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കണ്ടൻസ് മിൽക്ക് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി ഇട്ടെടുത്തിട്ടുള്ള നട്ട്സും അതേപോലെ ചോക്കോ ചിപ്സും ഉണ്ടല്ലോ, ആ ഒരു മിക്സ് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അങ്ങനെ 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഷുഗർ സിറപ്പ് ഇതേപോലെ ബ്രഷ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2ാമത്തെ ലെയറിലും അതേ മെത്തേഡ് തന്നെ ചെയ്ത ശേഷം നമുക്ക് 3ാമത്തെ ലെയറും വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം വേണം ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ക്രംസ് ഒന്നും ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ ക്രംസൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് മാത്രം ഒരുപാട് ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടെടുക്കാം. ബാക്കിയുള്ള ക്രീമൊക്കെ വെച്ചിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുകൾ ഭാഗത്ത് ക്രീം സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വലിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എയർ ബബിൾസൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. ആദ്യം നമ്മൾ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കിയതിന് ശേഷം സൈഡിൽ ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് സൈഡ് ക്ലീൻ ആക്കിയ ശേഷം പിന്നെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇടയിലൊക്കെ ക്രീം ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനെടുത്ത ക്രീം ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ, ഒട്ടും ബാക്കിയില്ല. അപ്പോൾ അതിലുള്ള ക്രീം തന്നെ എക്സ്ട്രാ വരുന്നതൊക്കെ വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കി ഓരോ തവണ സ്പാച്ചുലയിൽ ക്രീം ഉണ്ടാകുമ്പോൾ അതൊന്ന് നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ. ആ ഒരു സ്പാച്ചുലയിൽ തന്നെ ക്രീം ഇങ്ങനെ ബാക്കി ഉണ്ടാകുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ടിങ് ശരിക്കും ക്ലിയർ ആവില്ല. അപ്പോൾ ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള അതൊക്കെ ഉണ്ടല്ലോ, നട്ട്സൊക്കെ, അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ചുറ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ ബബിൾസ് ആക്കി ചെറുതും വലുതുമായിട്ടൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം മതി. എനിക്ക് വേറെ കേക്കിലേക്കും കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് വളരെ കുറച്ച് മതി കേട്ടോ. അത് ഞാൻ 1:2 എന്ന റേഷ്യോയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് എത്രയാണോ അതിൻ്റെ പകുതി മതി ക്രീം. ആ രീതിയിലാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ബബിളാക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അതാ കംപ്ലീറ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരിപ്പയിലൂടെ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പ വെച്ചിട്ട് വേണം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. അരിപ്പയിലൂടെ അരിച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ബബിൾസൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് ഇങ്ങനെ ബൂസ്റ്റ് പൗഡർ സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് ചോക്ലേറ്റ് ഗനാഷ ആക്കി കൊടുത്താൽ മതി. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയും ഭംഗിയാണല്ലോ, ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് ഒരുപാട് ഡെക്കറേഷൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ നട്ടി ബബിൾ ആവുമ്പോൾ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്